ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എയർ സിസ്റ്റവും ഫ്യൂവൽ സിസ്റ്റവും പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. ഇപ്പോൾ ഫ്യൂവൽ സിസ്റ്റം ഓഫ് പെട്രോൾ എഞ്ചിൻ്റെ കമ്പോണൻ്റ് ആണ് ഫ്യൂവൽ പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ എത്തിക്കാൻ അല്ലെങ്കിൽ പെട്രോൾ എത്തിക്കാൻ വേണ്ടി ഒരു ഫ്യൂവൽ പമ്പ് നെസസറി ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഫ്യൂവൽ പമ്പിൻ്റെ പേരാണ് ഡയഫ്രം പമ്പ്. അതായത് ഫ്യൂവൽ പമ്പ് ഫോർ എ പെട്രോൾ എഞ്ചിൻ ഈസ് നോൺ ആസ് എ ഡയഫ്രം പമ്പ്. ഇതാണ് ഡയഫ്രം പമ്പിൻ്റെ ഫിഗർ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗറും വരച്ചിരിക്കണം. അപ്പം ഡയഫ്രം പമ്പിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് നോക്കും. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ക്യാം, സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് റോക്കറാം, third one is known as link, fourth one is known as diaphragm, fifth one is diaphragm spring, sixth one is pump chamber, seventh one is inlet wall, eighth one is outlet wall, ninth one is outlet pipe, and 10th spring. ഇത്രയും കമ്പോണൻസ് ഉണ്ട്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഈസ് ക്യാം, സെക്കൻഡ് ഈസ് റോക്കർ ആം, തേർഡ് വൺ ഈസ് ലിങ്ക്, ഫോർത്ത് diaphragm, fifth diaphragm spring, sixth pump chamber, seven inlet wall, eight outlet wall, nine outlet pipe, and 10 is spring. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ ഫസ്റ്റ് വൺ കണ്ടല്ലോ, ഫസ്റ്റ് വൺ എന്നാണ് ക്യാം എന്ന് പറഞ്ഞത്. ക്യാം നമ്മൾ എന്താണ് ഫോർ സ്റ്റോക്ക് ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞായിരുന്നു ക്യാം എന്നുള്ള ഡിവൈസ്. ഈ ക്യാം ഒരു ക്യാം ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യും. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? സെക്കൻഡ് വൺ ദാറ്റ് ഇസ് റോക്കർ ആം. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാം ഈ റോക്കർ ആമിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ റോക്കർ ആമിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ റോക്കർ ആം പുൾ ചെയ്യും. അതനുസരിച്ച് ഈ ലിങ്ക് ഉണ്ടല്ലോ, ലിങ്ക് മുകളിൽ നിന്നും താഴേക്ക് വരും. തേർഡ് വൺ ദാറ്റ് ഇസ് ലിങ്ക് മുകളിൽ നിന്ന് താഴേക്ക് വരും. അപ്പോൾ ലിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഡയഫ്രം. അതായത് 4 റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 4 ഡയഫ്രം. ലിങ്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ ഡയഫ്രവും മുകളിൽ നിന്ന് താഴേക്ക് വരും. ഡയഫ്രം ഓൾസോ കംസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അങ്ങനെ വരുമ്പോൾ ഈ പമ്പ് ചേംബർ എന്ന് പറഞ്ഞല്ലോ, പമ്പ് ചേംബർ സിക്സ്ത്, അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അതായത് ഡയഫ്രം പമ്പ് മുകളിൽ താഴേക്ക് വരുമ്പോൾ ഈ പമ്പ് ചേംബറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാക്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻലെറ്റ് വാൽവ് ഉണ്ടല്ലോ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാൽവും മുകളിൽ താഴേക്ക് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുമ്പോൾ മറ്റേ ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ഫ്യൂവൽ ഇൻലെറ്റ് വാൽവിൽ കൂടി ഈ പമ്പ് ചേംബറിലേക്ക് എത്തും. ഓക്കെ, ദെൻ ഈ ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് വെള്ളം താഴേക്ക് വരുമെന്ന്, അതൊരു സ്പ്രിങ് മെക്കാനിസം വഴിയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഓഫ് സ്പ്രിങ്ങും ഉണ്ട്. നമ്മൾ ലിങ്ക് മുകളിലേക്ക് പോവുകയും ഈ ഡയഫ്രത്തിനെ തിരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും. സ്പ്രിങ്ങിൻ്റെ റിട്ടേൺ സ്ട്രോക്ക് കാരണം ഡയഫ്രം പിന്നെയും ബോർഡറിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ആ പമ്പ് ചേംബറിലുള്ള ഫ്യൂവലിനെ മുകളിലേക്ക് പ്രസ് ചെയ്യും. മുകളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവും. അത് 8 വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഈ എന്താണ് പമ്പ് ചേംബറിലുള്ള ഫ്യൂവല് ഈ ഔട്ട്ലെറ്റ് വാൽവിൽ കൂടി ഇതിലേക്കൂടെ പുറന്തള്ളും. അതായത് ഔട്ട്ലെറ്റ് പൈപ്പിൽ കൂടി നമ്മുടെ കാർബറേറ്ററിലേക്ക് എത്തുന്നു. ഈ ഔട്ട്ലെറ്റ് പൈപ്പിൽ നിന്നാണ് കാർബറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിക്കണല്ലോ. ഒന്നുകൂടെ പറയാം. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോക്കർ ആമിനെ ആക്ടിവേറ്റ് ചെയ്യും. റോക്കർ ആമിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ലിങ്ക് മുകളിൽ നിന്ന് താഴേക്ക് വരും. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ ലിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡയഫ്രവും മുകളിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഈ പമ്പ് ചേംബറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഡ്യൂ ടു ദിസ് വാക്വം ഈ ഇൻലെറ്റ് വാൽവ് മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഈ ഇൻലെറ്റ് വാൽവിൽ കൂടി ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ഫ്യൂവല് ഈ പമ്പ് ചേംബറിലേക്ക് എത്തും. ദെൻ ഈ സ്പ്രിങ്ങിന്റെ റിട്ടേൺ സ്ട്രോക്ക് കാരണം ഈ ലിങ്ക് താഴെ നിന്ന് മുകളിലേക്ക് പോവുകയും ഈ ഡയഫ്രത്തിനെയും
പിന്നെ കംപ്രസ് ചെയ്യും. ഡയഫ്രം ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഈ പമ്പ് ചേമ്പറിലുള്ള ഫ്യൂവല് ഈ ഔട്ട്ലെറ്റ് വാൽവിൽ കൂടി അങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ ഈ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും ഈ ഫ്യൂവല് ഔട്ട്ലെറ്റ് വാൽവിൽ കൂടി ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് എത്തുന്നു. ഈ ഔട്ട്ലെറ്റ് പൈപ്പ് ദെൻ കാർബറേറ്ററോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിലേക്ക് ഫ്യൂവല് പോകും. ഇത്രയാണ് ഫങ്ഷൻസ്. അത് നമ്മൾ പറഞ്ഞു വരുന്നതാണ് തിയറി. അതായത് a diaphragm pump is used to pump fuel from the fuel storage tank to the carburetor. The diaphragm pump is actuated by means of a cam. This cam is attached to an engine camshaft. When the engine camshaft rotates, the cam also rotates. Then it actuates a rocker arm, which in turn pulls the link downwards. A flexible diagram is connected to the upper end of the link. As the link moves downwards, the diaphragm also comes down against the pressure of the spring. This downward motion of the diaphragm creates a vacuum in the pump chamber. Due to this, a suction pressure is created in the pump chamber, and the fuel from the fuel storage tank enters into the pump chamber through the inlet valve. Then, on the return stroke of the spring, it forces the diaphragm upwards. Due to this upward force, the fuel is forced out through the outlet valve to the carburetor through an outlet pipe. ഇതാണ് ഫങ്ഷൻ. ക്ലിയർ ആണല്ലോ? എന്തെന്ന് മനസ്സിലായി? ഫങ്ഷൻ മനസ്സിലായി. ഓക്കെ.